സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും കരുതലിന്റെയും ഒത്തുചേരലിൽ നിന്നാണ് നല്ല കുടുംബ ബന്ധങ്ങൾ രൂപപ്പെടുന്നത്. ഒരു ചെറിയ അശ്രദ്ധയ്ക്ക് പോലും അതിനെ താറുമാറാക്കാൻ കഴിയും. അത്തരം ജീവിത കഥകളാണ് ജീവിതം സാക്ഷിയിലൂടെ ഞങ്ങൾ പങ്കുവെക്കുന്നത്. സന്ധ്യയുടെ കല്യാണം കഴിഞ്ഞ് എവിടെയായിരുന്നു ആദ്യം താമസം? എൻ്റെ കല്യാണം കഴിഞ്ഞ് മുന്നേ താമസിച്ച ഹസ്ബൻഡിന്റെ വീട്ടില്ല. പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിലാണ് വീട്, ഹസ്ബൻഡിന്റെ വീട്. അല്ല, വീട്ടുകാര് പറഞ്ഞ് ഉറപ്പിച്ച കല്യാണമാണോ? അതെ. എത്ര വർഷം കല്യാണം കഴിഞ്ഞ് ജീവിച്ചു? ഇപ്പൊ 10 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്. 3 മക്കളല്ലേ? 3 മക്കള്. എത്ര വയസ്സുണ്ട്? മൂത്ത മകന് 9 വയസ്സും, രണ്ടാമത്തെ മകന് 7 വയസ്സും, ചെറിയ മകൾക്ക് 5 വയസ്സും. ഓ, എന്നും കുടിക്കുന്ന ആളാണോ? ഏട്ടൻ എന്നും കുടിക്കുന്ന വെച്ചാൽ പണിക്ക് പോകും, പൈസ കിട്ടിയാ കുടിക്കായിരുന്നു ഏട്ടൻ. പിന്നെ പിണങ്ങാൻ കാരണം എന്താ നിങ്ങൾ തമ്മിൽ? ഒരിക്കൽ ഏട്ടൻ ഈ കുടി കഴിഞ്ഞ് വന്നിട്ട് എന്നെ സംശയം പറഞ്ഞു. സംശയം പറഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ ഏട്ടനൊന്ന് ചെയ്തെനിക്ക് ഒന്നും പിന്നെ ഓർമ്മയില്ല. ഞാൻ പിന്നെ ആശുപത്രിയിൽ കിടക്കുമ്പോ എനിക്ക് ഓർമ്മ വന്നിരിക്കുന്നത്. കാരണം ഇഷ്ടികയ്ക്ക് തലക്കിടിച്ചിട്ട് ചവിട്ടിന്ന് ബ്ലഡ് വന്ന് ബോധം നഷ്ടപ്പെട്ടാണ് ഞാൻ ആശുപത്രിയിലായത്. അല്ല, എങ്ങനെ ഇഷ്ടികയിലെടുത്ത് അടിച്ചോ? ഇഷ്ടി കൊണ്ട് ഇടിച്ചത് തലക്കിട്ട്. തലയില് തയ്യലൊക്കെ ഉണ്ടായിരുന്നോ? തൈലുണ്ടായില്ല, തൈലൊന്നും ഉണ്ടായില്ല. അതിന്റെ ഉള്ളില് സ്കാൻ ചെയ്തിട്ടുണ്ടായി. സ്കാൻ ചെയ്യുമ്പോ തലച്ചോറ് ചെറിയ പരുക്കുണ്ട് പറഞ്ഞു. തലച്ചോറില് പരുക്കുണ്ട്. അത് ഞാൻ ഇതുകൊണ്ട് വീട്ടിൽ പോയി, മലമ്പുഴയ്ക്ക് പോയി. അവിടെ പോയി മക്കളെ കൂട്ടി ഞാന് നേരെ എന്റെ വീട്ടിക്ക് വന്നു, ചാലക്കുടിക്ക്. എടക്കുന്നിക്ക് വന്നിട്ടുണ്ടായി. പിന്നെ ഹസ്ബൻഡ് കൂടെ പോയില്ലേ? ഇല്ല, പോയില്ല. ഞാന് തലച്ചോറിനെ പരിക്കുന്ന കേട്ടപ്പോ എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഏട്ടന്റെ കൂടെ ജീവിക്കില്ല പറഞ്ഞിട്ട് ഞാൻ അവിടെ ഓടി പോന്നത്. സങ്കടമുണ്ട് ഇതൊക്കെ കേൾക്കുമ്പോ. ഇപ്പൊ മക്കളെയൊക്കെ നോക്കുന്ന ആരാണ്? മക്കളെ 3 ഞാൻ ശിശുപാലില് കൊണ്ടുവന്നു. ഞാന് അവിടെ നല്ലതായിട്ട് നോക്കോ? നന്നായി നോക്കും ശിശുപാലില്. അവിടുന്ന് സ്കൂളിലേക്ക് പോകുന്ന എങ്ങനെ? 2 ആൺമക്കളെ ബോയ്സ് ഹോമിലേക്ക് ആക്കി. അവിടുന്ന് വിടുന്നു. പെണ്ണിന് 5 വയസ്സല്ലായിട്ടുള്ളൂ, അതിനെ വിട്ടിട്ടില്ല. അവിടെ വിട്ട്. ഇപ്പൊ എവിടെയെങ്കിലും ജോലിക്ക് പോകുന്നുണ്ടോ? ഞാനിപ്പോ സാറിനോട് എനിക്കൊരു പണി തരാൻ പറഞ്ഞപ്പോ സാറ് എനിക്ക് അവിടെ ചെറിയൊരു പണി തന്നിട്ടുണ്ട്. എന്ത് പണിയാ? മക്കളെ നോക്കല്. മക്കളെ നോക്കല്. ഞാൻ അവരെ നോക്കി മനസ്സിന് സമാധാനം ഉണ്ടല്ലോ. ഇപ്പൊ കുഴപ്പമില്ല. സന്ധ്യയ്ക്കും കുട്ടികൾക്കും അഭയം നൽകിയിട്ടുള്ള ആലുവ ജനസേവ ശിശുഭവൻ ചെയർമാൻ ജോസ് മാവേലിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. സന്ധ്യ എപ്പോഴും ഭർത്താവിനെ കുറിച്ച് പറയുമ്പോൾ ഭർത്താവ് നല്ല മനുഷ്യനെ പറയുന്നുണ്ട്. പിന്നെ പറയണത് മദ്യം കഴിച്ചു കഴിഞ്ഞാൽ കണ്ടമാനം ഉപദ്രവിക്കും. ആ ഉപദ്രവത്തിന് ഒരു എന്താ പറയാ ഭയങ്കര കഠിനമായ ഉപദ്രവമാണ്. അപ്പൊ അതാണ് സന്ധ്യക്കുള്ള പ്രശ്നം. ഇപ്പൊ പേടിയാണ് ശരിക്കും ഭർത്താവിന്. ഞങ്ങളുടെ അനുഭവത്തിൽ മാഡം സന്ധ്യയെ കുറിച്ച് അവിടെയുള്ള എല്ലാ സ്റ്റാഫുകൾക്കും അവിടുത്തെ കുട്ടികൾക്കും ഭയങ്കര നല്ല അഭിപ്രായമാണ്. ശരിക്കും നല്ലൊരു എന്താ പറയാ ഒരു എളിമയുള്ള ഒരു സ്ത്രീയാണ് സന്ധ്യ. എല്ലാവരും ഭയങ്കരമായിട്ട് ഭയങ്കര സ്നേഹമാണ് എല്ലാവരും. ഇപ്പൊ ഞങ്ങള് ജനസേവ ശിശുഭവനിൽ സന്ധ്യയെ പോലെ നിരവധി പേര് വന്നിട്ടുണ്ട്. നിരവധി പേര് പല പ്രാവശ്യമായിട്ട്. ഇപ്പൊ ഏകദേശം ഞങ്ങളൊരു കഴിഞ്ഞ ഒരു 3-4 വർഷത്തിലുള്ള ഒരു 100-ൽ പരം അമ്മമാർ വന്നു പോയിട്ടുണ്ട്. അതെല്ലാം ഇതുപോലെ തന്നെ നിരവധി പീഡനങ്ങൾ സഹിച്ച അമ്മമാരാണ്. പരസ്പരമുള്ള വിശ്വാസം മാത്രമല്ല, പരസ്പരമുള്ള തിരിച്ചറിയലും ഒരു നല്ല കുടുംബജീവിതത്തിന് അനിവാര്യമാണെന്നാണ് സിന്ധുവിന്റെയും മണികണ്ഠന്റെയും ജീവിതം നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അവർ പുതിയ തീരുമാനങ്ങളുമായി പുതിയൊരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ആ യാത്രയ്ക്ക് ജീവിതം സാക്ഷിയുടെ എല്ലാവിധ ആശംസകളും.